ഹായ് ഫ്രണ്ട്സ്, ഉമ്മീസ് ഫുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ബിരിയാണി ഐറ്റം. ഈ ബിരിയാണി പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പുതിന വേണ്ടതിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ മസാലക്കൂട്ടും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ ഒരു പടി മുന്നിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. പിന്നെ 3 സവാള സ്ലൈസായി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഉള്ളി ഒന്ന് വാടണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂത്ത് വന്നാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇത്ര മസാല ചേർക്കണുള്ളൂ, കാരണം ഒരുപാട് മസാല ആയിക്കഴിഞ്ഞാൽ ബീഫിൻ്റെ ആ ഫ്ലേവർ, ആ സ്മെല്ല്, ആ ടേസ്റ്റ് അതൊക്കെ കുറഞ്ഞു പോകും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബീഫ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതും എല്ലുള്ള ബീഫാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്നിട്ട് ബീഫ് ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 5 വിസിൽ വരെ നമുക്ക് പ്രഷർ കുക്കറിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കുക. ഇതിനായി ഒരു ചെമ്പിലേക്ക് ചോറ് വെക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കറിയാമ്പട്ടയുടെ ഇല 2 ഇട്ട് കൊടുക്കുക, 2 ഏലക്കായ ഇട്ട് കൊടുക്കുക, പിന്നെ 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക, 2 കഷ്ണം കരിയാമ്പട്ടം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക, പിന്നെ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി വെള്ളം തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 മണിക്കൂർ കുതിർത്ത് വെച്ച 3 കപ്പ് ബാസ്മതി റൈസ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഈ റൈസ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലെ വെള്ളം വാർത്ത് ചോറ് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ബീഫ് 5 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂണ് ചെറുനാരങ്ങ നീരും പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ബീഫ് മസാല ബിരിയാണി ദമ്മിടുന്ന ചെമ്പിലേക്ക് മാറ്റി ആ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ വറ്റിച്ചെടുത്താൽ നമ്മളെ ബീഫ് മസാല റെഡിയാകും. ഇനി ദമ്മിലേക്കുള്ള ബദാമും ക്യാരറ്റും ഒന്ന് വറുത്തെടുക്കുക. നെയ്യിൽ വേണം വറുത്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ഇതിനായി ബീഫ് മസാലയുടെ മേലെ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വറുത്ത് വെച്ച ബദാമും അതുപോലെ തന്നെ ക്യാരറ്റും ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ ചൂടുവെള്ളത്തിൽ കലക്കിയ സാഫ്രോണും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ പോലെ വറുത്ത് വെച്ച ക്യാരറ്റും ബദാമും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയ സാഫ്രോൺ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് 1/2 മണിക്കൂർ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ദമ്മിനായിട്ട് വെക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ബിരിയാണിയുടെ ദം ഒന്ന് പൊട്ടിച്ച് നോക്കാം.
ഇതെല്ലാവരും ട്രൈ ചെയ്യുക. നല്ലൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. ഇത് ഞങ്ങളുടെ ഓൺ റെസിപ്പിയാണ്. ഓൺ റെസിപ്പി ആയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.